നമ്മുടെ മുഖം, നമ്മുടെ ശബ്ദം, നമ്മുടെ രൂപം, നമ്മുടെ ഐഡൻറ്റിറ്റി ഇവയെല്ലാം നമ്മുടെ മാത്രമാണ്, നമ്മുടെ സ്വന്തമാണ് അല്ലേ? പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലത്ത് ആർക്ക് വേണമെങ്കിലും നമ്മുടെ മുഖവും ശബ്ദവും വെട്ടിയെടുക്കാം. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു കമ്പ്യൂട്ടർ മാത്രം മതി. ഡീപ്പ് ഫേക്ക് വീഡിയോകൾ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡീപ്പ് ഫേക്ക് ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ തട്ടിപ്പിനെതിരെ ലോകത്ത് ആദ്യമായി ഒരു രാജ്യം നിയമം കൊണ്ടുവരുന്നു. ആ രാജ്യം ഡെൻമാർക്കാണ്. ഡെൻമാർക്കിൻ്റെ ഈ തകർപ്പൻ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് ഡീപ്പ് ഫേക്ക്? എന്തുകൊണ്ടാണ് ഡെൻമാർക്കിൽ ഇതിനെതിരെ നിയമം കൊണ്ടുവരുന്നത്? നമുക്കിതിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങളുണ്ട്? എന്താണ് ഡീപ്പ് ഫേക്ക്? ലളിതമായി പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് AI ഫീച്ചറുകൾ, ടൂളുകൾ ഉപയോഗിച്ച് ഒരാളുടെ മുഖമോ ശബ്ദമോ അതല്ലെങ്കിൽ രൂപമോ ഒക്കെ ഡിജിറ്റലായി ഏറ്റവും യഥാർത്ഥമായി കാണുന്ന രൂപത്തിൽ പുനർനിർമ്മിക്കുന്ന വീഡിയോകളോ ഓഡിയോകളോ ഒക്കെയാണ് ഡീപ്പ് ഫേക്ക് എന്നറിയപ്പെടുന്നത്. ഒറ്റനോട്ടത്തിൽ യഥാർത്ഥമാണെന്ന് തോന്നും, പക്ഷേ മുഴുവൻ വ്യാജമാണ്. ഉദാഹരണത്തിന് ഒരു സിനിമാ താരത്തിൻ്റെ മുഖം മറ്റൊരു വീഡിയോയിൽ ഒട്ടിച്ചു വെക്കാം. അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ശബ്ദം ഉപയോഗിച്ച് വ്യാജ പ്രസംഗങ്ങൾ ഉണ്ടാക്കാം. ഇന്ത്യയിൽ നിരവധി രാഷ്ട്രീയ നേതാക്കളുടെ, നിരവധി സെലിബ്രിറ്റികളുടെ വീഡിയോ, ഡീപ്പ് ഫേക്ക് വീഡിയോകൾ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച സംഭവങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഡീപ്പ് ഫേക്കിൻ്റെ പ്രശ്നം എന്താണ്? ഇത് വ്യക്തികളുടെ ജീവിതം വരെ തകർക്കുന്ന കളിയാണ്. പ്രതിച്ഛായ നഷ്ടങ്ങളുണ്ടാകാം, ജോലി പോകാം, ബന്ധങ്ങൾ തകരാം. കൂടാതെ തെറ്റായ വിവരങ്ങൾ പടർത്തി പ്രചരിപ്പിച്ച് തെരഞ്ഞെടുപ്പുകളിൽ പോലും സ്വാധീനം സൃഷ്ടിക്കാൻ കഴിയും. 2024 ഡീപ് ട്രേസ് ലാബ്സ് നടത്തിയ പഠനത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതുവരെ ഇറങ്ങിയ ഡീപ്പ് ഫേക്ക് വീഡിയോകളിൽ 96% അശ്ലീല ഉള്ളടക്കമുള്ളതാണ്. പലപ്പോഴും ഇരയാകുന്നത് സ്ത്രീകളാണ്. ലക്ഷ്യം വെക്കുന്നതും സ്ത്രീകളെ തന്നെയാണ്. ഉദാഹരണത്തിന് ഒരു തട്ടിപ്പുകാരൻ വിചാരിച്ചാൽ നമ്മുടെ ആരുടെയും ശബ്ദം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ച് എനിക്ക് പണം ആവശ്യമാണ് എന്ന രൂപത്തിലൊക്കെ, ഫോൺ വിളിക്കുന്ന രൂപത്തിലൊക്കെ പുനഃസൃഷ്ടിക്കാം. നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാകാനാണ്? അത് വ്യാജമാണെന്ന് എങ്ങനെ തിരിച്ചറിയാനാണ്? ഇതാണ് ഡീപ്പ് ഫേക്കിൻ്റെ അപകടം. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡെൻമാർക്ക് ഇപ്പോൾ പുതിയൊരു കോപ്പിറൈറ്റ് നിയമം കൊണ്ടുവരുന്നതും. ഡെൻമാർക്കിൻ്റെ നിയമത്തിലേക്ക് വരാം. ഇന്നലെയാണ് ഡെൻമാർക്ക് ഈ തകർപ്പൻ പ്രഖ്യാപനം നടത്തിയത്. നമ്മുടെ മുഖം, നമ്മുടെ ശബ്ദം, നമ്മുടെ രൂപം, നമ്മുടെ ഐഡൻറ്റിറ്റി ഇവയെല്ലാം നമ്മുടെ കോപ്പിറൈറ്റ് മാത്രമാകുന്നു. ഡാനിഷ് കൾച്ചറൽ മിനിസ്റ്റർ ജേക്കബ് എൻഗൽഷ്മിഡ് പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാവർക്കും തൻ്റെ മുഖത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും അവകാശമുണ്ട്, കോപ്പിറൈറ്റ് ഉണ്ട്. AI ഈ യുഗത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി ഒരു ഡിജിറ്റൽ കോപ്പി മെഷീനിൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ ഇനി ഡെൻമാർക്ക് അനുവദിക്കില്ല. ഈ നിയമം വരുന്നതോടെ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ രൂപം ഇനി ഡീപ്പ് ഫേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ നമുക്കത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാം. നമ്മുടെ മുഖമോ ശബ്ദമോ രൂപമോ ദുരുപയോഗം ചെയ്താൽ നമുക്ക് നഷ്ടപരിഹാരം ചോദിക്കാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ടിക്ടോക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം അടക്കം പല പ്ലാറ്റ്ഫോമുകളും ഈ നിയമം പാലിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ നിയമപരമായി തന്നെ പിഴയൊടുക്കേണ്ടി വരും. ഈ നിയമം ഡെൻമാർക്കിൻ്റെ കോപ്പിറൈറ്റ് നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് കൊണ്ടുവരുന്നത്. 90% പാർലമെൻറ്റ് അംഗങ്ങളുടെയും പിന്തുണ ഈ ഭേദഗതിക്ക് ലഭിച്ചിട്ടുണ്ട്. 2025 സമ്മർ ആകുന്നതോടുകൂടി ഇത് നിയമമായി പുറത്തു വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ നിയമം സാറ്റയർ, പാരഡി ഇതുപോലുള്ള വീഡിയോകളെ ബാധിക്കില്ല. കോമഡി ഇറക്കുന്നവർ, ഹാസ്യ വീഡിയോകൾ, ഇതിനെ ഇത് ബാധിക്കില്ല എന്നർത്ഥം. രസകരമായ മോർഫിംഗ് വീഡിയോകളോ AI ഉപയോഗിച്ചുള്ള കോമഡികളോ ഇറക്കുന്നതിന് ഈ നിയമം തടസ്സമാവില്ല. പക്ഷേ ഇങ്ങനെ ഇറക്കുകയാണെങ്കിൽ തന്നെ അത് AI ജനറേറ്റഡ് ആണ് എന്ന് വ്യക്തമായി കാണുന്ന രൂപത്തിൽ ആ വീഡിയോയിൽ ലേബൽ ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് ഡെൻമാർക്ക് ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? ഡീപ്പ് ഫേക്കുകൾ ഇന്നൊരു ആഗോള പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ഡീപ്പ് ഫേക്ക് ഓഡിയോ ഇതുപയോഗിച്ച് നിരവധി ടാക്സ് തട്ടിപ്പുകൾ, വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണങ്ങൾ ഇതെല്ലാം ലോകത്തുടനീളം നടന്നു വരുന്നുണ്ട്. ന്യൂസിലാൻഡിൽ MP ലോറ മക്നർ തൻ്റെ വ്യാജ ഡീപ്പ് ഫേക്ക് ചിത്രം പാർലമെൻറ്റിൽ കാണിച്ച് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം വിശദീകരിച്ചിരുന്നു. 5 മിനിറ്റിനുള്ളിൽ ആർക്കും ഒരു ഡീപ്പ് ഫേക്ക് ഉണ്ടാക്കാമെന്ന് അവർ അന്ന് കാണിച്ചു തന്നിരുന്നു. യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ട് 2024 AI ജനറേറ്റഡ് ഉള്ളടക്കം അത് പ്രത്യേകം ലേബൽ ചെയ്യണമെന്ന് എടുത്തു പറയുന്നുണ്ട്. പക്ഷേ ഡെൻമാർക്കിൻ്റെ നിയമം ഒരു പടി കൂടി മുന്നോട്ട് കടന്നു വന്നിരിക്കുന്നു. ഓരോ മനുഷ്യർക്കും അവരുടെ മുഖത്തിന്, അവരുടെ രൂപത്തിന്, അവരുടെ ഐഡൻറ്റിറ്റിക്ക് കോപ്പിറൈറ്റ് നൽകുകയാണ് ഡെൻമാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ മോഡൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും എത്തിക്കുമെന്നാണ് ഡെൻമാർക്കിൻ പറയുന്നത്.
ഡെൻമാർക്ക് വരാനിരിക്കുന്ന EU പ്രസിഡൻസിയിൽ, അതായത് യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ് ആവാനിരിക്കുകയാണ് ഡെൻമാർക്ക്. അതോടുകൂടി ഈ നിയമം മറ്റു രാജ്യങ്ങളുമായി പങ്കുവെക്കാൻ അവർ പദ്ധതിയിടുന്നുണ്ട് എന്നും ഡെൻമാർക്കിൻ്റെ കൾച്ചറൽ മിനിസ്റ്റർ പറയുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരാം. ഇവിടെ ഡീപ് ഫേക്കുകൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പലപ്പോഴും ബോളിവുഡ് താരങ്ങൾ മുതൽ സാധാരണക്കാർ വരെ എല്ലാവരും ഡീപ് ഫേക്കിൻ്റെ ഇരകളായി മാറുന്നുമുണ്ട്. നമ്മുടെ IT നിയമങ്ങൾ പ്രകാരം 66E, 67A, അതുപോലെ ഭാരതീയ ന്യായ സംഹിതയുടെ 500, 509 വകുപ്പുകളെല്ലാം ഡീപ് ഫേക്കിനെതിരെ ഒരു പരിധിവരെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഡെൻമാർക്കിൻ്റെ അത്ര നമ്മുടെ സ്വന്തം രൂപത്തിനും മുഖത്തിനും കോപ്പിറൈറ്റ് തരുന്നൊരാശയം നമ്മുടെ രാജ്യത്തുമില്ല. ഡീപ് ഫേക്ക് ഒരു സാമൂഹിക നിയമപരമായ വെല്ലുവിളി തന്നെയാണ്. ഡെൻമാർക്കിൻ്റെ നിയമം ഇത് ലോകത്തിനൊരു മോഡലാണ്. പക്ഷേ ഇത് ആഗോള വ്യാപകമായി നടപ്പിലാക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സഹകരണവും ബോധവൽക്കരണവും ശക്തമായ നിയമനിർമ്മാണവും എല്ലാം ആവശ്യമായി വരും. ഈ നിയമം ഒരു വലിയ കാൽവെപ്പാണ്. പക്ഷേ നിരവധി വെല്ലുവിളികളുമുണ്ട്. ഒന്നാമതായി, ഡീപ് ഫേക്ക് വീഡിയോകൾ തിരിച്ചറിയൽ വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടാമതായി, ഒരു ഡീപ് ഫേക്ക് വിദേശത്ത് നിന്ന് പോസ്റ്റ് ചെയ്താൽ ഡെൻമാർക്കിൻ്റെ നിയമം എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക? ഇങ്ങനെയുള്ള ധാരാളം സംശയങ്ങളുമുണ്ട്. ഇനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സഹകരിച്ചില്ലെങ്കിൽ യൂറോപ്യൻ കമ്മീഷന്റെ സഹായത്തോടുകൂടി കനത്ത പിഴ ചുമത്തുമെന്നും ഡെൻമാർക്ക് പറയുന്നു. ലോകമെമ്പാടും, അമേരിക്ക ആയാലും UK ആയാലും ഇന്ത്യ ആയാലും എല്ലായിടത്തും ഡീപ് ഫേക്കിനെതിരെ നിയമങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഡെൻമാർക്കിൻ്റെ നമ്മുടെ മുഖം നമ്മുടെ സ്വന്തം അവകാശം എന്ന കോപ്പിറൈറ്റ് പോളിസി, സ്വന്തം ശരീരത്തിന് ഓരോരുത്തർക്കും കോപ്പിറൈറ്റ് നൽകുന്ന ആശയം, അതൊരു പുതിയ തുടക്കമാണ്. നമ്മുടെ മുഖം, നമ്മുടെ ശബ്ദം, നമ്മുടെ ഐഡൻറ്റിറ്റി, ഇവ നമ്മുടെ മാത്രം അവകാശമാണ്. ഡെൻമാർക്ക് ഈ ലോകത്തിന് ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും ഈ നിയമം ഒരു പ്രചോദനമാകും.